കൊറിയ നേരാണ് ഇതൊക്കെ എടുത്തു വെക്കണം. 2-4 കഴിഞ്ഞ് 3-4 മഹദറത്തുൽ ബദരിയത്ത് 4 മീറ്റിംഗ് തിങ്കളല്ലാഹുതല ഏകദേശം 30 നാൾ തന്നെ. ആ 30 നാളില് അവർക്ക് മഹദറത്തുൽ ബദരിയത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ 4 ഒരു 2 ഗಂಟೆ റെഡിയാക്കി വെക്കുന്നത്. പിന്നൊരു 4 മീറ്റിംഗ് വീറ്റ് അങ്ങനെ നാട്ടൊരു 4 ഗಂಟೆ ചിലവാക്കിയെങ്കിൽ അതിന് ഫായിദ. ഒന്നാമത്തെ ബദരീങ്ങളെ പേര് നിങ്ങൾ നാം ഇങ്ങനെ ചൊല്ലോ അതിന് കേൾക്കട ആ സദസ്സിലിക്കട എല്ലാം കൂടി ഞങ്ങൾ കൊണ്ടു. രണ്ടാമത് ആ ദൂവത്തിൽ ഞങ്ങൾ ഭാഗിയാവണം. മൂന്നാമത് ഞങ്ങളുടെ ടൈമൊരു ബർക്കത്ത് കിട്ടും. നാലാമത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനമായതുകൊണ്ട് എത്രമോ ആൾമാർക്ക് ഉപകാരമായോണ്ടിരിക്കും. ആ ഉപകാരമായപ്പോൾ ഞങ്ങളുടെ സംഘടനക്കാരനായ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ അകത്യ അള്ളാഹു താല പൂർത്തിയാണ്. ഇപ്പൊ സാന്ത്വനകളുടെ വിഭാഗം ഞങ്ങളുടെ ഭാഗത്ത് മുജാന്റെ ഈ മഴ വന്നിട്ട് ഹൈറാണായ ടൈമുള്ളൂ. ഞങ്ങളുടെ പ്രവർത്തകന്മാർ ചെമ്മ മൂത്ത് പോയിട്ട് എഴുതിയതാണ്. അല്ല സാർ സ്റ്റാഫ് 2 ആൾമാർ തണ്ണി നോക്കിയിട്ട് ഒന്ന് അബ്ദുൽ അസീസ് വേണോ മാനേജർ അതിനെ തണ്ണി നോക്കിയിട്ട് കുറേ ആൾമാർ വന്ന് സഹക്കാരാക്കിയാണ്. ഉള്ള ആളത്തിൽ അനിൽകുമാർ ചൊല്ലാണ് ഞങ്ങളുടെ സ്റ്റാഫ് 10 കോടിയ വർഷം അയാൾ തണ്ടി നിന്നിട്ട് എല്ലാം വിടക്കായിട്ട്. അപ്പൊ സുഹൃത്ത് ജമാഅത്ത് പ്രവർത്തകന്മാർ അവിടെ പോയിട്ട് ഉച്ചത്തോളം നിന്നിട്ട് ക്ലീൻ ആക്കി ഇറക്കണം. അപ്പൊ ഇതിക്കുള്ള കാരണവും ഈ മഹത്തായ സംഘടന കൂടിയാണ്. ഇപ്പൊ KCF അതില് HBC ചൊല്ല വിഭാഗമുണ്ട്. ഹജ്ജ് വളണ്ടിയർ കോർ HBC ചൊല്ലുന്നത് ₹1 ശമ്പളം ലഭിക്കില്ല. അങ്ങനെ 100-200 റിയാൽ കൊടുത്ത് നാ ബണ്ടെ ചൊല്ലക എപ്പ അറഫത്തിൽ. പിന്നെ അങ്ങനെ ഗുംപേ പണ്ട് ഞങ്ങൾ ഫ്ലൈറ്റ് പോയിട്ട് ജിദ്ദ കഴിഞ്ഞപ്പോ ഞങ്ങൾ ടീം അവിടെ എത്തി. മക്കത്ത് വന്നപ്പോ ടീം അവിടെ എത്തി. മദീനത്ത് ടീമുണ്ട് 10 മടങ്ങുണ്ട്. ഹജ്ജ് തുടങ്ങിയിട്ട് അറഫത്ത് കഴിഞ്ഞെത്തിയപ്പോ എത്ര മിനത്ത് ഒരുപാട് ചുറ്റോടിക്കിടാൻ തിരുതപ്പിയങ്ങ കല്ലരും കഷ്ടാവുടങ്ങത് എല്ലാം ഇങ്ങനെ ഗാഡി കയ്യിൽ പിടിച്ചെത്ത് പണിക്കണം. ഉടുത്തോറെങ്കിൽ ഈ ഞങ്ങളുടെ പ്രവർത്തകന്മാർ നടന്നിട്ട് അങ്ങനെ തൊണ്ട മരസിട്ട് ചോര വന്നിട്ട് 9,000 കാലകലാക്കി നടന്നത് കണ്ടതാണ്. അപ്പൊ അതെല്ലാം പ്രവർത്തിച്ചത് ആഹൃത്ത് വലിയ നിധിയാവണമല്ലോ. എന്നാൽ എന്ത് സ്വർത്തിരിക്കണം കടയിക്കൂ കഷ്ടയിക്കൂ തൊന്തരയ്ക്കൂ നൊമ്പരയ്ക്കൂ അതൊക്കെല്ലാം ഒരു ചെറിയ പരിഹാരം ഈ മഹത്തായ സംഘടന കൂടിയത് കൊണ്ടും പ്രവർത്തിച്ചതൊന്ന് കിട്ടുചെന്നും കൊള്ളാം. ഞങ്ങൾ ഈ പലക്ക അബ്ദുൽ കരീം നെല്ലി അങ്ങനെ ഉള്ള പെണ്ണുങ്ങൾക്ക് അത് കൊടുത്തോണ്ടിരിക്കുവാണ്. പെണ്ണുങ്ങളോട് ചൊല്ലുള്ളൂ, നാദന്മാരെ ഉമ്മന്മാരെ ഇളങ്ങന്മാരെ നിങ്ങളുടെ മാപ്പിളന്മാർ നിങ്ങളുടെ മൂത്തങ്ങന്മാർ നിങ്ങളുടെ മക്ക നിങ്ങളുടെ പുള്ളി നിങ്ങളുടെ പാപ്പ അലിയ കുഞ്ഞാവ ഈ മഹത്തായ സംഘടന പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ട് ജരാച്ച് കൂടി നിങ്ങൾ കൊണ്ടു അങ്ങ് ജാവ് വരുമ്പോൾ ലേറ്റാവുള്ളൂ വായിലെടുത്താൽ അങ്ങ് ചോറ് തണ്ണി കൊടുത്ത് വ്യവസ്ഥാക്കും അങ്ങ് സഹക്കാരാക്കിയ കാരണത്താൽ നിങ്ങൾക്ക് സംഘടന മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും ಈಗ ಎಂದೋ ಸ್ವರಾಕಡಾರ ಅದರವೇ ಒಂದು ಜರಾಕ್ಸ್ ಕೂಲಿ ಅಲ್ಲಾಹು ತಾಲ നിങ്ങൾ കണ്ടാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മാപ്പുലന്മാരെ നിങ്ങളുടെ ഇലകളെ നിങ്ങളുടെ പുള്ളിമാരെ ഈ സംഘടന കൂടിയിട്ട് പ്രവർത്തിക്കും. പലക ചോദ്യമയ്യാവും മീറ്റിംഗിൽ പോയിട്ടാറാ വന്നാറാ തീരുമാനം ജസ്റ്റ് എനിക്കെന്ത് കിടീനങ്ങ് കേൾക്കല ഇത് കേൾക്കില്ല നിങ്ങൾക്ക് ഇതൊന്നും ഇപ്പാടണം നിരന്തരം കേട്ട് പ്രോത്സാഹം കൊടുത്തോണ്ടിരിക്കും. അതൊരൊട്ടിಗೆ പെഞ്ഞായിമാരെ പിരിച്ചത്തില് പലക്കത്ത് റാഹത്താക്കിയിട്ടും നിലയിക്കണം. ലീഡർ പോലെ പോയിട്ട് പണ്ട് മാത്രമല്ല അങ്ങനെ പിരിച്ചത്തിൽ ചെന്ന് പലക ചൊല്ലി നമുക്ക് പോയി പറട്ടപ്പേന് കേൾക്കണ്ട പോയി പണ്ടിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടും അങ്ങനെ മനസ്സ് റാഹത്താക്കിയെങ്കിലും അത് കാത്തോണ്ടിക്കാറ് വ്യവസ്ഥാക്കാറ് അതുക്ക് നല്ല ഇലിയോട് ചൊല്ലിക്കൊള്ളാം. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇപ്പൊ എത്ര യൂണിറ്റുകളുള്ള 1 യൂണിറ്റ് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അല്ല ബന്ധങ്ങളിലൂടെ ബന്ധം കറകെട്ടുകൊള്ളാറ് നേരെ കെട്ടുകൊള്ളാറ് ഒരാളാണ്. അങ്ങനെ റായത്തിൽ നടക്കുന്ന മഹദറത്തിൽ മതി കൂടുതൽ ടൈം കാണണം. രണ്ടാമത് മീറ്റിംഗ് ടൈം കാണണം. പിന്നെ അവിടെ എത്ര എല്ലാത്തിനും ടൈം കീപ്പ് ആക്കണതാവില്ല. ഇപ്പൊ കർണാടകത്തിൽ തന്നെ അവിടെ കുറെ പ്രോഗ്രാമുകളും കൂടെ ഇവിടെ ജില്ലയിട്ടാവുള്ളൂ. അപ്പൊ ആ റായത്തിൽ നടക്കുന്ന മഹദറത്തിൽ മതി ടൈം കറക്റ്റ് പാലിക്കണം. അല്ലാത്ത യാതൊരു വേണ്ടിയല്ല മീറ്റിംഗ് വാങ്ങണമെങ്കിൽ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും നിശ്ചയിക്കോറും തുടങ്ങോറും തീർക്കോറും. രണ്ടാമത് ഏത് കമ്മിറ്റി മീറ്റിംഗ് ഇല്ലെങ്കിലും അജണ്ട സൂറ് റെഡിയാക്കണം. അയത്ര ചർച്ച കൊറടിയാക്കണം നോക്കിയിട്ട് മുന്നിൽ തീർത്തിട്ട് മീറ്റിംഗ് വന്നിട്ട് ബേബി തീർത്തിട്ട് വലിയ അജണ്ട ലാസ്റ്റ് വെച്ചിട്ട് ചെറിയ ചെറിയ അജണ്ട തീർത്തിട്ട് ടൈം കറക്റ്റോട് കീപ്പാക്കി അൽഹംദുലില്ലാ എന്ന മാതിരിയാവണം.
ഞങ്ങളുടെ പ്രവർത്തനം അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് ഹജ്ജിൽ പോയ എത്ര ആൾമാരുള്ള ഹജ്ജിൽ പോയ ഒരു യൂസുബാജ് ഉണ്ട്, സയ്യിദ് ഉസ്താദ് യൂസുബാജ്. അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ. പോവാത്ത ഓടും ബാക്കിയുള്ള കൈമേലാക്കണം. കൈയങ്ങനെ മീക്കട്ടെ. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വേറെ മീനാക്കണം. പാസ്പോർട്ട് ഉള്ള പാസ്പോർട്ട് ഉണ്ട് ശരി. പാസ്പോർട്ട് ഇല്ല പാസ്പോർട്ട് ആക്കണം. പേര് ഒരു 3000 ചെലവാകും. ഇപ്പൊ 3 കടയിക്കും കൂലിക്ക് വന്ന് ഒരു ജെണ്ണാക്ക് പെൻഡിങ് ഇക്കും. അന്ന് നോക്കണ്ട ആക്കണം. മികവ് നിങ്ങളെ പെഞ്ഞായിക്കും പാസ്പോർട്ട് ആക്കി വെക്കണം. 1 വർഷത്തേക്ക് അവധിയുണ്ട്. 10 വർഷം എഴുതിട്ട് സീലുണ്ടോ ഒലിമറടക്കാണ് ഒരു തിങ്കൾ 1 ടൈമിൽ സീലടിക്കില്ല. അവിടെ എയർപോർട്ട് പെരോ കിടത്ത ഇമിഗ്രേഷൻ പെരോ കിടത്ത 10 വർഷം എഴുതിയിട്ടുണ്ടോ 1 വർഷം 8 നിങ്ങളെ നമുക്ക് പോയ വിസിറ്റ് ചെയ്യാൻ കൊണ്ട സീലടിക്കില്ല പെരോ കിടത്ത. അപ്പോൾ ഒലിമ്പറത്തോടെ ടൈം ഉണ്ട് എക്സ്പയർ ആവട്ടെ ആക്കി വെച്ചിട്ട് എല്ലാം നമ്മൾ ദൂരം നോട്ടിക്കോയി ആക്കിയ ചിക്കുമ്പമ്മി അവിടെ പോകണോ, ആ നടക്കണോ, ചുറ്റണോ, ഓടണം, എല്ലാം ആവണം. അള്ളാഹു താല ഈ സദസ്സിലുള്ളവരും ഈ മഹത്തായ സംഘടനാ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഈസ്റ്റ് ജില്ലയിൽ 5000 തെല്ലുകൊറടി 5000 മെമ്പർഷിപ്പ് മുസ്ലിം ജമാഅത്തിന് എടുത്തതുണ്ട്. അതേപോലെ SYS ഉണ്ട്, SSF ഉണ്ട്. എല്ലാ പ്രവർത്തകന്മാർക്കും മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കുന്ന മഹാസൗഭാഗ്യം മെമ്പർഷിപ്പ് എടുത്ത ആണിങ്ങൾക്കും ഞങ്ങളുടെ പെണ്ണിങ്ങൾക്കും യാ അല്ലാഹ് ഈ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ദോഷങ്ങൾ നീ